മാധുരപൂർണ്ണ പ്രശോഭിതം ഈ ജീവിതം, ആർദ്രമാം ദൈവ സ്നേഹം നിറയും പൂവനം. മാധുരപൂർണ്ണ പ്രശോഭിതം ഈ ജീവിതം, ആർദ്രമാം ദൈവ സ്നേഹം നിറയും പൂവനം. സ്നേഹദീപനാളമായി വിളങ്ങും ധന്യജീവിതം. ഭൂവിൽ പിറക്കുമ്പോൾ ഇരു കൈയും നീട്ടി വാങ്ങുന്നീ മാലാഖമാർ. ഒരു ജീവൻ മണ്ണിൽ പൊലിയുമ്പോൾ അരികെ ശാന്തമായ യാത്രയാക്കിയിടും ഭൂവിലെ മാലാഖമാർ. സ്വന്തവേദനയതെല്ലാം മറന്ന് സോദരർക്കായി നീക്കി വച്ചിടും ജീവിതം. നൊന്തു നീറുന്ന ജീവിതങ്ങളെ കണ്ണീർ തുടച്ചു നൽകിടുന്നിവർ സാന്ത്വനം. തന്നിരുളിൽ കാരുണ്യത്താരങ്ങളായി ലോകം മുഴുവൻ നീട്ടി പരത്താൻ പോകാം, യേശുവിൻ സാക്ഷ്യം നൽകാം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇതാ ഒരു ക്രിസ്മസ് കാലം കൂടി വരവായി. സാധാരണയായി പള്ളികളിൽ അഡ്വൻറ്റ് സീസണിൽ 4 തിരികളാണ് കത്തിക്കാറുള്ളത്. ആദ്യത്തെ ആഴ്ചയിൽ കത്തിക്കുന്ന തിരി പ്രത്യാശയുടെ അടയാളമാണ്. എല്ലാ ശാലോം പ്രേക്ഷകരുടെയും ഹൃദയങ്ങളിലേക്ക് ഈശോ നൽകുന്ന പ്രത്യാശ നിറയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യുന്നു.
സ്വർഗമാണ് സമാധാനമുള്ള കുടുംബങ്ങൾ. ഈ സമാധാനം പലപ്പോഴും ലഭിക്കാതെ വരുമ്പോഴാണ് പല വ്യക്തികളും തിന്മയിലേക്കും നിരാശയിലേക്കും വഴിതെറ്റി വീഴുന്നത്. ഈശോ വസിക്കുന്ന കുടുംബമാണ് തിരുക്കുടുംബം. ജീവിതത്തിലെ പ്രതികൂല സാഹചര്യങ്ങളിൽ ഈശോ അത്ഭുതകരമായി വഴി നടത്തിയ കുവൈറ്റിൽ നിന്നുള്ള ഒരു നഴ്സിൻ്റെ കുടുംബത്തെ നമുക്കിപ്പോൾ പരിചയപ്പെടാം. ജെറുസലേമേ, ധൈര്യമായിരിക്കുക, നിനക്ക് പേരിട്ടവൻ തന്നെ നിനക്ക് ആശ്വാസമരുളും. ഈ വചനത്തിൻ്റെ അഭിഷേക ശക്തി ജീവിതത്തിൽ പല ആവർത്തി തിരിച്ചറിഞ്ഞ ഒരു കുടുംബത്തെയാണ് നാം ഇന്ന് ഇവിടെ പരിചയപ്പെടുന്നത്. നഴ്സസ് ടൈമിൻ്റെ ഈ എപ്പിസോഡിലേക്ക് എല്ലാ ശാലോം പ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുന്നു. മനുഷ്യരുടെ മുമ്പിൽ തന്നെ ഏറ്റുപറയുന്നവരെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ മുമ്പിൽ താനും ഏറ്റുപറയുമെന്ന് അവിടുന്ന് വചനത്തിലൂടെ അരുളി ചെയ്തിട്ടുണ്ടല്ലോ. ദൈവമഹത്വത്തെ ഏറ്റുപറയുന്നതിനു മുൻപായി നിങ്ങളെ പ്രേക്ഷകർക്കായി ഒന്ന് പരിചയപ്പെടുത്താമോ? എൻ്റെ പേര് ബിജിൽ, ഇതെൻ്റെ വൈഫ് അനുജ, ഞങ്ങളുടെ കുഞ്ഞു മോള് എർലിൻ. ഞങ്ങൾ നാട്ടിൽ കോട്ടയത്ത് പേരൂരാണ് സ്ഥലം. ഞങ്ങളിവിടെ വന്നിട്ട് 2 വർഷത്തിനധികം മേളിലായി. ഞങ്ങൾ രണ്ടുപേരും ഇവിടെ മിനിസ്ട്രി ഓഫ് ഹെൽത്തിൽ വർക്ക് ചെയ്യുകയാണ്. ഇപ്പോൾ നിങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ ഓർമ്മയിലേക്ക് പെട്ടെന്ന് എത്തുന്നത് കുറച്ച് നാളുകൾക്ക് മുമ്പ് ഞാൻ വായിച്ച ആത്മാവിൻ്റെ പ്രതിധ്വനികൾ എന്ന പുസ്തകത്തിലെ ഒരധ്യായമാണ്. അതിൻ്റെ തലക്കെട്ട് ഇങ്ങനെയാണ്: മലവണ്ടിനെ പേടിക്കേണ്ട. കഥ ഇങ്ങനെയാണ്: മലബാറിലെ ഒരു കുഗ്രാമം. ബ്രിട്ടീഷുകാരുടെ റബ്ബർ എസ്റ്റേറ്റിനോട് ചേർന്ന് നിൽക്കുന്ന ഈ കുഗ്രാമത്തിലേക്ക് ഒരിക്കലൊരു സായിപ്പ് തൻ്റെ കാറിൽ വന്നിറങ്ങി. പെട്ടെന്ന് ആ നാട്ടുകാർ പേടിച്ചുപോയി. കാരണം കാറൊന്നും അവർ കണ്ടിട്ടില്ല. അവിടുത്തെ മൂപ്പൻ വിളിച്ചു പറഞ്ഞു, മക്കളെ എല്ലാവരും ഓടിവാ, വടിയുമായിട്ട് ഓടിവാ, ഈ മലവണ്ടിനെ നമുക്ക് തല്ലിക്കൊല്ലാമെന്ന്. അങ്ങനെ ആൾക്കാരെല്ലാം ഓടിയെത്തിയപ്പോഴത്തേക്കും ഈ സായിപ്പ് തൻ്റെ കാറിൽ നിന്നും പുറത്തിറങ്ങി. പെട്ടെന്ന് ഒരു ചെറിയ നാണത്തോടെ അവരെല്ലാവരും മാറി നിന്നു. കാരണം ഈ സായിപ്പിനെ അവർ നേരത്തെ അറിയുന്നതായിരുന്നു. ലേഖകൻ ഇങ്ങനെയാണ് പറഞ്ഞവസാനിപ്പിക്കുന്നത്: നമ്മുടെ ജീവിതത്തിലേക്കും ഇങ്ങനെ പല മലവണ്ടുകളും കയറി വരും. ഈ മലവണ്ടുകൾക്ക് മുമ്പിൽ പകച്ചു നിൽക്കാതെ, അതിനെ കണ്ട് പേടിച്ച് ഓടാതെ, പുതുമയെ ആശ്ലേഷിക്കുമ്പോഴാണ് നമ്മൾ ഓരോരുത്തരും ജീവിതത്തിൽ വിജയം കണ്ടെത്തുന്നത്. എനിക്ക് തോന്നുന്നു നിങ്ങളുടെ ജീവിതത്തിലും ഒത്തിരിയേറെ മലവണ്ടുകൾ കടന്നു വന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ കുവൈറ്റിൽ വന്നതിന് ശേഷം നിങ്ങൾ ആശ്ലേഷിച്ച ഒരു പുതുമ തന്നെയാണ് നഴ്സസ് മിനിസ്ട്രി എന്ന് പറയുന്നത്. ഈ നഴ്സസ് മിനിസ്ട്രിയിലേക്ക് കടന്നു വരുന്നതിനുണ്ടായ ഒരു സാഹചര്യം എന്തായിരുന്നു? ഞങ്ങൾ കുവൈറ്റിലോട്ട് വരാൻ തുടങ്ങിയ സാഹചര്യം മുതൽ ഒത്തിരി ചേച്ചി ഇപ്പോൾ പറഞ്ഞ കഥയിലെ മലവണ്ടുകളെ പോലെ ഒത്തിരി അനുഭവങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിലുണ്ടായി. ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് സെലക്ഷനായി ഇങ്ങോട്ട് കയറി വരാൻ റെഡിയായിട്ട് നിൽക്കുമ്പോൾ എൻ്റെ വിസ മാത്രം കിട്ടുകയും ഞാനിവിടെ കയറി വരികയും ചെയ്തു. കയറി വരുന്നതിന് മുമ്പും ഒത്തിരി പ്രോബ്ലംസ് ഫേസ് ചെയ്തിട്ടാണ് ഇവിടെ എത്തിയത്. ഇവിടെ എത്തിക്കഴിഞ്ഞിട്ട് സാറ്റർഡേ ഫ്രൈഡേ നോർമലായിട്ട് നമ്മൾ ചർച്ചിൽ പോകുന്ന പോലെ റൂമിലുണ്ടായിരുന്ന ഫ്രണ്ട്സ് വഴിയാണ് ഇങ്ങനെ നേഴ്സസ് മിനിസ്ട്രിയുടെ പ്രയർ 5 to 7 എല്ലാ സാറ്റർഡേയിലും അഹമ്മദ് ചർച്ചിൽ നടക്കുന്നുണ്ട്. അങ്ങനെ അറിഞ്ഞ് അവരുടെ ഒപ്പം ഞാൻ പ്രയറിന് വരികയും അവിടെ പ്രയറിന് വരുന്ന സമയത്ത് ഒരു ദിവസം പ്രയറിനിടയ്ക്ക് ഞാനിങ്ങനെ പ്രാർത്ഥിച്ചു. അപ്പോഴും ബിജിലിൻ്റെ വിസ വന്നിട്ടില്ല. ഇപ്പം റെഡിയാവും, ഇന്ന് റെഡിയാവും എന്നിങ്ങനെ പറയുന്ന സമയത്ത് ബിജിലിൻ്റെ വിസ കിട്ടി ഇവിടെ വന്ന് ഞങ്ങൾ രണ്ടുപേരും ഒന്നിച്ച് നേഴ്സസ് മിനിസ്ട്രിയിൽ വന്ന് പ്രയറിന് ഞങ്ങൾ ഒന്നിച്ച് വരുന്നതായിരിക്കുന്നു ഞാൻ എൻ്റെ മനസ്സിൽ ദൈവത്തോട് പ്രാർത്ഥിച്ചു. അതിനുശേഷം ഞാനിവിടെ വന്ന് 3 മാസങ്ങൾക്ക് ശേഷമാണ് ബിജിലിൻ്റെ വിസ വരികയും ബിജിൽ ഇവിടെ കയറി വന്നു. ഞങ്ങൾ ഒന്നിച്ച് പിന്നെ പ്രയറിന് പോവുകയും ചെയ്തു. ഞങ്ങൾ വന്നതിന് ശേഷവും ഞങ്ങളുടെ വിസ അടിക്കാനും ജോലിക്ക് കയറാനൊക്കെ ഒത്തിരി തടസ്സങ്ങളുണ്ടായിരുന്ന സമയങ്ങളിൽ നേഴ്സസ് മിനിസ്ട്രിയിലുള്ള എല്ലാവരും ഞങ്ങൾക്ക് വേണ്ടിയും ഞങ്ങളുടെ ഒപ്പം ഉണ്ടായിരുന്ന വേറെ ഫ്രണ്ട്സ് എല്ലാവർക്കും വേണ്ടി സ്പെഷ്യൽ ഇൻറ്റൻഷൻ എടുത്ത് പ്രാർത്ഥിക്കുകയും അങ്ങനെ എല്ലാവരും ഇപ്പോൾ ജോലിക്ക് കയറി എല്ലാവരുടെയും സാലറിയും ഒരു പ്രോബ്ലംസും ഇല്ല, എല്ലാവരും നന്നായിട്ട് ഇപ്പോൾ പോകുന്നു. സങ്കീർത്തനം 34:5 ദാവീദ് പറയുന്നത് പോലെ, അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവർ ലജ്ജിതരാവുകയില്ല. ആ വചനം ശരിക്കും ജീവനുള്ളതാവുകയായിരുന്നു നിങ്ങളുടെ ജീവിതത്തിലെന്ന് എനിക്ക് തോന്നുന്നു. നിങ്ങളെ ഞാൻ പരിചയപ്പെടുമ്പം മുതൽ നിങ്ങൾ ഈ ഒരു സഹനത്തിൻ്റെ സാഹചര്യത്തിലൂടെ കടന്നു പോകുമ്പോഴാണ് ഞാൻ പരിചയപ്പെടുന്നത്. അന്നൊക്കെ ഒത്തിരി ഫാസ്റ്റിംഗ് പ്രെയർ എടുത്ത് പ്രാർത്ഥിക്കുന്നവരായിരുന്നു നിങ്ങൾ. എന്നാൽ അതിനു മുമ്പുണ്ടായിരുന്ന പ്രാർത്ഥനാ ജീവിതം എങ്ങനെയായിരുന്നു? നാട്ടിലായിരിക്കുമ്പോൾ സാധാരണ ഞായറാഴ്ചകളിലും വിശേഷ ദിവസങ്ങളിലും പള്ളിയിൽ പോകാറുണ്ട്. അതുപോലെ ഇട ദിവസങ്ങളിൽ നമുക്ക് അവസരങ്ങൾ ലഭിക്കുമ്പോൾ പള്ളിയിൽ പോകും. അല്ലാതെ ഒരു കൂട്ടായ്മയോട് ചേർന്ന് പ്രവർത്തിക്കാനുള്ള അവസരം നാട്ടിൽ ലഭിച്ചിരുന്നില്ല. ഇവിടെ വന്നതിന് ശേഷം നേഴ്സസ് മിനിസ്ട്രിയെ അറിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഈ കൂട്ടായ്മയിലോട്ട് വരാനും ഇതിലൂടെ വളരെയേറെ അനുഗ്രഹങ്ങൾ ഞങ്ങൾക്ക് ലഭിക്കുവാനിടയായത്. ഇപ്പോൾ നമ്മളിങ്ങനെ സഹനങ്ങളെപ്പറ്റി പങ്കുവയ്ക്കാനായിട്ടിരിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു കൂടുതൽ ഞാൻ ഇഷ്ടപ്പെടുന്നത്, മനനം ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്ന ഒരു വിശുദ്ധ റീത്തയാണ്. വിശുദ്ധ റീത്തയുടെ ജീവിതത്തിൻ്റെ അവസാന കാലഘട്ടങ്ങളിൽ വിശുദ്ധയുടെ നെറ്റിയുടെ നടുക്ക് ഒരു വലിയ വ്രണമുണ്ടായിരുന്നു. ആ വ്രണം നിറച്ചും കുഞ്ഞു കുഞ്ഞു പുഴുക്കളാണ്.
ഈ പുഴുക്കൾ മാംസത്തിൽ ഇങ്ങനെ കൊത്തി വലിക്കുമ്പോൾ ഭയങ്കര കഠിനമായ വേദനയാണ്. അപ്പോൾ ചിലപ്പോൾ വേദനയുടെ തീഷ്ണതയിൽ നിൽക്കുമ്പോൾ വിശുദ്ധ നെടുവേർപ്പെടാറുണ്ടായിരുന്നു. അപ്പോൾ വിശുദ്ധയുടെ കൂടെ ഉണ്ടായിരുന്ന മറ്റ് സഹശുശ്രൂഷകർ വന്ന് ഈ പുഴുക്കളെ പിറക്കിയെടുക്കാൻ നോക്കും. അപ്പോൾ വിശുദ്ധ പറയും, അയ്യോ, ആ ഒരു പുഴുവിനെ പോലും പിറക്കി കളയരുത്, കാരണം എൻ്റെ ക്രിസ്തുവിൻ്റെ പീഡാനുഭവം എനിക്ക് തരാൻ വന്ന സ്വർഗത്തിലെ മാലാഖമാരാണ് അവർ ഓരോരുത്തരുമെന്ന്. അപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മുടെ ജീവിതത്തിലും അങ്ങനെ തന്നെയാണ്. നമ്മുടെ ജീവിതത്തിൽ വരുന്ന ഓരോ സഹനങ്ങളും ക്രിസ്തുവിൻ്റെ ആ പീഡാസഹന വേളയിൽ കുരിശ് വഹിക്കാൻ സഹായിച്ച മാലാഖമാർ ആ കുരിശിനൊരു ഭാഗം നമുക്ക് തരാൻ വരുന്നവരാണ്. അങ്ങനെ ചിന്തിക്കുമ്പോൾ അതിന് കൂടുതലൊരു സുഖമുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. എനിക്കറിയാം നിങ്ങളുടെ ജീവിതത്തിലും നിങ്ങൾ ഒത്തിരിയേറെ സഹനത്തിലൂടെ കടന്നു പോയവരാണ്. അങ്ങനെ ദൈവം കൂട്ടിച്ചേർത്ത ചില സഹനങ്ങളെ പ്രേക്ഷകരുമായിട്ടൊന്ന് പങ്കുവയ്ക്കാമോ? ഞാൻ സൗദിയിൽ ജോലി ചെയ്തുകൊണ്ടിരുന്നതിനിടയ്ക്ക് ലീവിന് വന്നപ്പോഴാണ് ഇങ്ങോട്ടുള്ള ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് കിട്ടുകയും അവിടുന്ന് ജോലി തീർത്ത് ഞാൻ ഇങ്ങോട്ട് പോരാനായിട്ട് നാട്ടിൽ വന്നു. നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് കയറിപ്പോണ്ട് വിസ കൈ കിട്ടി. എങ്കിലും അതിൻ്റെ മെഡിക്കലിന് ചെന്നപ്പോൾ അതിൽ ഒരു ചെറിയൊരു മെഡിക്കൽ എനിക്ക് ഫിറ്റ്നസ് തരാതെ ഒരു പ്ലേറ്റ്ലെറ്റ് കൂടുതലാണ് എന്നൊരു റീസൺ കൊണ്ട് ഫിറ്റ്നസ് തരാതെ 1 വീക്ക് എൻ്റെ വിസ അവർ തന്നില്ല. അതിനുശേഷം ഡോക്ടേഴ്സിനെ കണ്ടു, അതിലൊന്നും ചെയ്യാനില്ല എന്ന് പറഞ്ഞ് റിപ്പോർട്ട് കൊടുത്ത് വിസ ഫിറ്റ്നസ് കിട്ടി. അതിനുശേഷം സ്റ്റാമ്പിങ്ങിന് കൊടുത്തു. അപ്പം ബോംബെയിലെ ചില പ്രശ്നങ്ങൾ, കാലാവസ്ഥാ പ്രശ്നങ്ങൾ കാരണം ജസ്റ്റ് എനിക്ക് പോരണ്ടതിന് തലേദിവസം വൈകുന്നേരമാണ് എനിക്ക് എൻ്റെ വിസ സ്റ്റാമ്പ് ചെയ്ത് കൈ കിട്ടുന്നത്, പാസ്പോർട്ട്. നെക്സ്റ്റ് ഡേ മോർണിംഗിൽ ടിക്കറ്റ് എടുത്തു, എയർപോർട്ടിൽ വന്നു. അന്നത്തെ ഫ്ലൈറ്റിന് കയറി പോരാൻ പറ്റിയില്ല. അതിനുശേഷം അടുത്ത ഫ്ലൈറ്റിന് ടിക്കറ്റ് എടുത്ത് അന്ന് ഈവനിങ്ങിൽ തന്നെ ഞാൻ അവിടുന്ന് അടുത്ത ഫ്ലൈറ്റിന് കയറി പോകുന്നെങ്കിലും എൻ്റെ വിസ തീരുന്നതിൻ്റെ വെറും ഏതാനും മണിക്കൂറുകൾ, 1-2 മണിക്കൂറിന് ജസ്റ്റ് മുന്നെയാണ് ഞാനിവിടെ കുവൈറ്റിലെത്തുന്നത്. അത് ഏതാനും നിമിഷങ്ങൾ താമസിച്ചു പോയിരുന്നെങ്കിൽ ചിലപ്പോൾ എനിക്ക് തിരിച്ച് കയറിപ്പോയി ഒന്നേന്ന് പ്രോസസ്സിങ്, വിസ തുടങ്ങി മെഡിക്കൽ ഒന്നേന്ന് എല്ലാം ചെയ്ത് തിരിച്ച് ഞാൻ പിന്നെ ചെയ്യേണ്ട വന്നതിന് അത്ര ഒരു ദൈവത്തിൻ്റെ അനുഗ്രഹം. ലാസ്റ്റ് നിമിഷങ്ങളിലാണെങ്കിലും ദൈവം അതെല്ലാം സഹനങ്ങൾക്ക് ശേഷം ദൈവം എവിടെ എത്തിച്ചു. അതിനുശേഷം ഇവിടെ വന്ന് നമ്മൾ സാധാരണ എല്ലാവരും ഒരു 2 മാസത്തിനുള്ളിൽ പ്രോസസ്സിങ് കംപ്ലീറ്റായി ജോലിക്ക് സ്റ്റാർട്ട് ചെയ്യണം. ഇവിടെ വന്ന് കയറി 4 മാസങ്ങൾക്ക് ശേഷമാണ് എനിക്ക് വിസ അടിക്കുന്നത്. വിസ അടിച്ചതിന് ശേഷം വീണ്ടും ഞാൻ ജോലിക്ക് കയറാൻ വേണ്ടി വെയിറ്റ് ചെയ്യേണ്ട വന്നു. എൻ്റെ വിസ അടിച്ചതിന് ശേഷവും 6 മാസം കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ജോലിക്ക് കയറുന്നത്. ആ ജോലിക്ക് കയറാതെ വിസ അടിക്കാൻ നിന്ന സമയങ്ങളിൽ പ്രേയറുകളിലും എല്ലാവരും പറഞ്ഞു, ദൈവം സഹനം തരുന്നത് സഹിക്കാൻ കഴിയുന്നതിനുള്ള ആ സഹനങ്ങളിലൂടെ ദൈവത്തിൻ്റെ കൃപ നമുക്ക് ലഭിക്കുകയാണ്. അങ്ങനെ 6 മാസങ്ങൾക്ക് ഞാൻ ജോലിക്ക് കയറി. പിന്നീട് ഒരു റൊട്ടീൻ ചെക്കപ്പിനാണ് ഒരു CBC വിട്ടപ്പോൾ എൻ്റെ പ്ലേറ്റ്ലെറ്റ് ഇതുപോലെ ഹൈ ആണെന്ന് വീണ്ടും കാണുകയുണ്ടായി. നാട്ടിൽ അന്ന് അത് കണ്ടു, ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞ് കയറിപ്പോന്ന് ഇവിടെ വന്ന് വീണ്ടും അത് ഹൈ ആയിട്ട് കണ്ടപ്പോൾ ഹെമറ്റോളജിസ്റ്റിനെ കണ്ടു. അവർ പറഞ്ഞൊരു JAK2 എന്ന് പറഞ്ഞൊരു ടെസ്റ്റ് ചെയ്തു. അതങ്ങനെ റെയറായിട്ട് പോസിറ്റീവ് വരുന്നത്, അത് എൻ്റെ കാര്യത്തിൽ അത് പോസിറ്റീവ് വന്നു. JAK2 ടെസ്റ്റ് പോസിറ്റീവ് വന്നപ്പോൾ ഡോക്ടേഴ്സ് പറഞ്ഞു ഒരു ബോൺ മാരോ ആസ്പിറേഷൻ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നതിന് മുമ്പ് ചെയ്യുന്നത് നല്ലതാണ്. അങ്ങനെ ഒരു ബോൺ മാരോ ആസ്പിറേഷൻ എന്ന് കേട്ടപ്പോൾ തന്നെ ശരിക്കും ഞങ്ങൾ ടെൻഷൻ അടിച്ച്, കാരണം വളരെ റെയറായിട്ട് എല്ലാവരും ചെയ്യുന്നതല്ല. അങ്ങനെ ഞങ്ങൾ ടെൻഷൻ അടിച്ചിരുന്ന സമയത്തിൽ അന്ന് തലേദിവസം വൈകിട്ട് നേഴ്സസ് മിനിസ്ട്രിയിലുള്ള നമ്മുടെ ഫ്രണ്ട്സ് വീട്ടിൽ വരികയും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തു. ഒരു ധൈര്യം ദൈവം തന്നു എന്ന് പറയാം. അതിന് പിറ്റേ ദിവസം ബോൺ മാരോ ആസ്പിറേഷൻ അതിൻ്റെ റിസൾട്ടിന് വേണ്ടി ഒരു 2 വീക്സ് വെയിറ്റ് ചെയ്തു. ആ സമയങ്ങളിൽ ഞങ്ങൾ ശരിക്കും ടെൻഷൻ അടിച്ച സമയങ്ങളാണ്. എങ്കിലും അതിൻ്റെ റിസൾട്ട് വന്നപ്പോൾ വേറൊരു കോംപ്ലിക്കേഷനും ഇല്ലാതെ ഹൈ പ്ലേറ്റ്ലെറ്റ് ത്രോംബോസൈറ്റോസിസ് എന്നൊരു ഡിസീസ് അല്ലാതെ വേറൊരു കോംപ്ലിക്കേഷൻസും അതിനില്ല. ബേബി ആസ്പിരിൻ എന്നൊരു ടാബ്ലറ്റ് ലൈഫ് ലോങ് എടുക്കണം, അല്ലാതെ വേറൊരു കോംപ്ലിക്കേഷൻസ് ഇല്ലാതെ ദൈവം പരിപാലിച്ചതിന് ദൈവത്തിന് നന്ദി പറയുന്നു. ആ കാര്യത്തിൽ അനുജ ഇപ്പോൾ ഇത് പറഞ്ഞപ്പോൾ പെട്ടെന്ന് എൻ്റെ മനസ്സിലോട്ട് ഓടി വന്നത് പണ്ടെപ്പോഴോ ഞാൻ കേട്ട ബോബി കപ്പൂച്ചൻ അച്ഛൻ്റെ ഒരു ടോക്കാണ്. അതിനകത്ത് അച്ഛൻ പറയുന്നത് ഇങ്ങനെയാണ്, നമ്മുടെ ജീവിതത്തിൽ സഹനങ്ങൾ വേണ്ട, അല്ലെങ്കിൽ സഹനത്തിൻ്റെ മുമ്പിൽ നമ്മൾ പരിഭവിക്കുമ്പോൾ സത്യത്തിൽ അഷ്ടസൗഭാഗ്യങ്ങളെ വേണ്ടാന്ന് നമ്മൾ തുറന്നു പറയുന്ന ഒരവസ്ഥയാണ്. സത്യത്തിൽ അഷ്ടസൗഭാഗ്യങ്ങളെ ശ്രദ്ധിക്കുമ്പോൾ നമുക്കറിയാം, മലയിൽ ഈശോ ഓരോ സഹനങ്ങൾ പറയുമ്പോഴും അതിനൊരു വാഗ്ദാനം നൽകിക്കൊണ്ടാണ് പറയുന്നത്. അപ്പോൾ ഈ അഷ്ടസൗഭാഗ്യങ്ങളെ വേണ്ടാന്ന് പറയുന്ന അതേ ഒരു അവസ്ഥയാണ് ഓരോ ക്രിസ്ത്യാനിയും സഹനങ്ങൾക്ക് മുമ്പിൽ പരിഭവിക്കുമ്പോൾ അല്ലെങ്കിൽ സഹനത്തിന് മുമ്പിൽ കണ്ണീരൊഴുക്കുമ്പോൾ എന്ന് തോന്നുന്നു. സഹനത്തെപ്പറ്റി നമ്മൾ സംസാരിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ബിജിലിന് ഇച്ചിരിയും കൂടെ കൂട്ടിച്ചേർക്കാമെന്ന് തോന്നുന്നു. തീർച്ചയായിട്ടും എനിക്കൊരു കാര്യം ഷെയർ ചെയ്യാനുണ്ട്. അനുജിയോടെ പറഞ്ഞതുപോലെ 8 മാസത്തിന് ശേഷമാണ് ഞാനിവിടെ വന്നിട്ട് ജോലിക്ക് പ്രവേശിക്കാൻ എനിക്ക് സാധിക്കുന്നത്. എൻ്റെ ഫയൽ വർക്ക് പോലും സ്റ്റാർട്ട് ചെയ്യുന്നതിന് ശേഷമാണ്. എന്നെപ്പോലെ ഇവിടെ 60 പേര് ഞങ്ങളിങ്ങനെ ജോലിക്ക് കയറാതെ നിൽക്കുകയായിരുന്നു. അതിന് മുന്നേ ഒരു 300 പേരോളം 1.5 വർഷമായിട്ട് ബഡ്ജറ്റ് ലഭിക്കാതെ ജോലിക്ക് പ്രവേശിച്ചിട്ട് ബഡ്ജറ്റ് ലഭിക്കാതെ നിൽക്കുമ്പോൾ ആ സാഹചര്യത്തിൽ ഞാൻ എൻ്റെ ജോലിക്ക് കയറി വിതിൻ 2 മന്ത്സ് 2 മാസത്തിന് ശേഷം എൻ്റെ സാലറി വരികയും ആ സിറ്റുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് നാട്ടിലൊരു വലിയ ക്രൂഷ്യൽ ടൈമായിരുന്നു. നാട്ടിൽ ലോൺ ക്ലോസ് ചെയ്യേണ്ട സമയം. ആ സാഹചര്യത്തിലാണ് ഞങ്ങൾക്ക് സാലറി ലഭിക്കുന്നത്.
അത് ദൈവത്തിൻ്റെ വലിയ പ്രത്യേക കാരുണ്യം, കൃപയായിട്ട് ഞാൻ കരുതുന്നു. ശരിക്കും ബിജില, നിങ്ങൾ ആ ഒരു സഹനത്തിൻ്റെ തീഷ്ണതയിലൂടെ കടന്നുപോയ സമയം ഞാൻ ഇപ്പോഴും ഓർക്കുകയായിരുന്നു. ഏകദേശം ഒരു 2 വർഷങ്ങൾക്ക് മുമ്പ് ഒരു പെസഹ കാലയളവായിരുന്നു അത്, അല്ലേ? എന്നാൽ പെസഹായിക്ക് നമ്മളെല്ലാവരും ഒരുമിച്ച് നിങ്ങളുടെ വീട്ടിൽ കൂടുകയും അപ്പം മുറിക്കുകയും ചെയ്തത് ഞാൻ ശരിക്കും ഓർക്കുന്നു. കാരണം അന്ന് നിങ്ങൾക്ക് 2 പേർക്കും ജോലിയിലുള്ള ഈ ഒരു ക്രൈസിസ്, പിന്നെ അനുജയുടെ ബോൺമാരോ ആസ്പിറേഷൻ്റെ റിസൾട്ടിന് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യുന്ന ഒരു വലിയ ആ ഒരു സഹനത്തിൽ, ആ ഒരു ക്യൂരിയോസിറ്റിയിൽ ഇരിക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ എനിക്ക് തോന്നുന്ന ഒരു വളരെ ഹെക്റ്റിക് ആയിട്ടുള്ള ദിവസങ്ങളായിരുന്നു ആ ദിവസം. അന്ന് ബിജിലിനോട് സംസാരിക്കുമ്പോൾ ടെൻഷൻ കാരണം ബിജിൻ്റെ കൈ പോലും വിറയ്ക്കുന്നുണ്ടായിരുന്നു. ഒത്തിരി ഭാരപ്പെട്ടാണ് ഞങ്ങളെല്ലാവരും തിരിച്ചു പോകുന്നത്. പക്ഷേ നമ്മൾ ചെറുപ്പത്തിലൊക്കെ പാടി പഠിച്ചതുപോലെ മുൾച്ചെടി തലപ്പിലും പുഞ്ചിരി വിരിയാറുണ്ടെന്ന് പറഞ്ഞ അതേ ഒരു അനുഭവമാണ് ശരിക്കും ഈ സഹനത്തിൻ്റെ ഒരു കാലയളവിൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കുഞ്ഞിൻ്റെ ഒരു വരവ്. എങ്ങനെയാണ് കുഞ്ഞിൻ്റെ വരവിനെ സ്വാഗതം ചെയ്തത്? ഞങ്ങളുടെ വിവാഹത്തിന് ശേഷം 2 വർഷത്തിന് ശേഷമാണ് ഞാൻ പ്രഗ്നൻ്റ് ആകുന്നത്. ആ 2 വർഷക്കാലം ഞങ്ങൾ കുഞ്ഞിന് വേണ്ടി ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്ത സമയങ്ങൾ ദൈവം ഞങ്ങളെയും എന്നെയും എൻ്റെ ബോഡിയിൽ തന്നെ ഒരു കോംപ്ലിക്കേഷൻസ് ഇല്ല കുഞ്ഞിനെ കിട്ടുന്നതിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുകയായിരുന്നു എന്ന് വേണേൽ പറയാം. കാരണം ഞാനൊരു മാർച്ച് മാസത്തിലാണ് ആ ബോൺമാരോ ഇത് അറിയുന്നതും ബേബി ആസ്പിരിൻ എടുക്കാൻ സ്റ്റാർട്ട് ചെയ്യുന്നതും. അതിനുശേഷം 2 മാസത്തിന് ശേഷം മെയ് മാസത്തിൽ ഞാൻ പ്രഗ്നൻ്റ് ആയി. അപ്പോൾ ആ സമയത്തിൽ ഡോക്ടറെ കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഓൾറെഡി നീ ബേബി ആസ്പിരിൻ എടുക്കാൻ തുടങ്ങിയത് എന്തായാലും നന്നായി പ്രഗ്നൻസിക്ക് മുമ്പ് എന്ന് പറഞ്ഞ്. അതായത് ഇതിന് ഇൻ കേസ് ഞാൻ അറിയാതെ പ്രഗ്നൻ്റ് ആയി ഇത് അറിഞ്ഞിരുന്നില്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ എന്തെങ്കിലും കോംപ്ലിക്കേഷൻ ഉണ്ടാകും, ഞങ്ങൾക്ക് ചിലപ്പോൾ ഞങ്ങളുടെ കുഞ്ഞിനെ ഞങ്ങളുടെ കൈകളിലോട്ട് കിട്ടിയില്ലെന്ന് വേണമെങ്കിൽ വരായിരുന്നു. അപ്പോൾ ആ ഒരു കോംപ്ലിക്കേഷൻസ് എല്ലാത്തിനുമായി ദൈവത്തിൻ്റെ ആ ഒരു സമയം, നമ്മൾ ആഗ്രഹിക്കുന്ന സമയത്തല്ല, ദൈവം തീരുമാനിച്ച ആ സമയത്ത് ദൈവം തരുമെന്ന് പറയുന്ന പോലെ ഞങ്ങളുടെ മകളെ ഞങ്ങൾക്ക് ഒരു കോംപ്ലിക്കേഷൻസും ഇല്ലാതെ ആരോഗ്യവതിയായിട്ട് ഞങ്ങളുടെ കൈകൾ ഞങ്ങൾക്ക് കിട്ടുകയുണ്ടായി. നമ്മൾ സത്യം പറഞ്ഞാൽ നമ്മളെപ്പറ്റി ഇങ്ങനെ പറഞ്ഞിരുന്നപ്പോൾ നമ്മുടെ മാതാപിതാക്കളെ പറ്റി മറന്നുപോയെന്ന് തോന്നുന്നു. പപ്പ മമ്മിയൊക്കെ സുഖമായിട്ടിരിക്കുന്നു ബിജിലെ? തീർച്ചയായിട്ടും എനിക്കൊരു കാര്യം ഷെയർ ചെയ്യാനുള്ളത് ഞങ്ങളുടെ വീട്ടിലെ ഒരു വലിയ ദൈവാനുഗ്രഹത്തെക്കുറിച്ചാണ്. അതിനു മുമ്പ് ഞാൻ ആരൊക്കെ ഉണ്ടെന്ന് പറഞ്ഞോട്ടെ. ഞങ്ങളുടെ വീട്ടിൽ പപ്പായുണ്ട്, മമ്മിയുണ്ട്, അനിയൻ എൻ്റെ വീട്ടിൽ, അനുജയുടെ വീട്ടിൽ പപ്പായും മമ്മിയും 2 ആങ്ങളമാരാണുള്ളത്. അപ്പോൾ ഞങ്ങളുടെ കുടുംബത്തിലോട്ട് ദൈവം ചൊരിഞ്ഞു നൽകിയ ഒരു വലിയ അനുഗ്രഹത്തെക്കുറിച്ച് എനിക്ക് പറയാതിരിക്കാൻ പറ്റുകയില്ല. കാരണം 2010 എൻ്റെ പപ്പായ്ക്ക് മൂക്കിലൊരു പോളിപ്പുണ്ടായിട്ട് അത് പൊട്ടിയിട്ട് അന്ന് ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി ഒരു സാഹചര്യം ഉണ്ടായി. അത് ഓപ്പറേറ്റ് ചെയ്തപ്പോൾ ഡോക്ടേഴ്സ് പറഞ്ഞു നമുക്കൊരു ബയോപ്സിക്ക് വിട്ടു നോക്കാം. അങ്ങനെ ബയോപ്സിക്ക് വിട്ട് റിസൾട്ട് വന്നപ്പോൾ ക്യാൻസർ പോസിറ്റീവാണ് വന്നത്. അതിനുശേഷം അന്ന് ട്രീറ്റ്മെൻറ്റൊക്കെ എടുത്തെല്ലാം ഭേദമായി കുറഞ്ഞതാണ്. പക്ഷേ 2016 ഒക്ടോബർ മാസം ഇങ്ങനെ പെട്ടെന്ന് പപ്പായ്ക്ക് അസുഖം കൂടിയിട്ട് ഫേസൊക്കെ വല്ലാതെയായി, മുഖമൊക്കെ വല്ലാതെ നീര് വെച്ച് കണ്ണൊക്കെ അടഞ്ഞു പോയൊരു സാഹചര്യം. അങ്ങനെ ഡോക്ടേഴ്സ് പോലും കൈവിട്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അന്ന് ഡോക്ടേഴ്സ് പറഞ്ഞു ഇനി പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ അല്ലാതെ വേറൊരു ഓപ്ഷൻ നമുക്ക് കാണുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് കോട്ടയം മെഡിക്കൽ ഡോക്ടേഴ്സ് പറഞ്ഞു നമുക്ക് RCCയിലോട്ടൊന്ന് റെഫർ ചെയ്യാം, അവിടുത്തെ ഡോക്ടേഴ്സിൻ്റെ സജഷൻസും കൂടെ അറിഞ്ഞിട്ട് നമുക്ക് എന്നാ ചെയ്യേണ്ടതെന്ന് പറയാമെന്ന് പറഞ്ഞു. അങ്ങനെ RCC പോയിട്ട് അവിടെ ചെന്ന് ഇൻവെസ്റ്റിഗേഷൻസ് എല്ലാം കഴിഞ്ഞപ്പോഴും ഡോക്ടേഴ്സിന് ഒരു പ്രതീക്ഷയില്ല. ഡോക്ടേഴ്സ് പറഞ്ഞു നമുക്കൊന്ന് കീമോ സ്റ്റാർട്ട് ചെയ്ത് നോക്കാം, കുറച്ച് ഡോസ് കീമോ എടുത്ത് കഴിയുമ്പോഴത്തേക്കും അത് ശരീരത്തെ അഫക്റ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ബാക്കിയുള്ള ട്രീറ്റ്മെൻറ്റിനെ കുറിച്ച് ചിന്തിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ കീമോ സ്റ്റാർട്ട് ചെയ്തു. കോട്ടയം മെഡിക്കൽ കോളേജിലാണ് സ്റ്റാർട്ട് ചെയ്തത്. അങ്ങനെ കീമോ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം പപ്പയുടെ ബോഡിയിൽ അഫക്റ്റ് ചെയ്യാൻ തുടങ്ങി. ആ കാലഘട്ടത്തിലെല്ലാം തന്നെ നമ്മുടെ ഈ നേഴ്സസ് മിനിസ്ട്രിയിലെ എല്ലാ സഹോദരങ്ങളും ഞങ്ങളുടെ കുടുംബത്തിന് വേണ്ടിയും പപ്പായ്ക്ക് വേണ്ടിയും പ്രത്യേകം പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. അതുപോലെ നാട്ടിലാണെങ്കിൽ പോലും പള്ളിയിൽ പ്രത്യേകം പപ്പായ്ക്ക് ഈ രോഗത്തിൻ്റെ ഇൻറ്റൻഷൻ വെച്ച് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. അതുപോലെ ധ്യാനങ്ങളിൽ കൂടുമ്പോഴും അച്ഛനാണെങ്കിലും ഒരു ദിവസം ഒരു ടീം ധ്യാനിപ്പിക്കാൻ വന്നു നമ്മുടെ പള്ളിയിൽ നിന്ന് ധ്യാനം കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ ആരാധനയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒരു അനുഭവം അവർ പങ്കുവച്ചു. ഒരു ക്യാൻസർ രോഗി സുഖപ്പെടുന്നു എന്നും പറഞ്ഞു. അപ്പോൾ തീർച്ചയായിട്ടും എൻ്റെ പപ്പായാണെന്നും പറഞ്ഞ് ഞങ്ങളുടെ ഇടവകപ്പള്ളിയുടെ അച്ഛൻ ഇറങ്ങി വന്ന് മമ്മിയോടും പപ്പായോടും പ്രത്യേകമായിട്ട് പറഞ്ഞു നിൻ്റെ കാര്യമാണ് അത് പ്രത്യേകം എടുത്ത് പറഞ്ഞതെന്നും പറഞ്ഞു. അപ്പോൾ ഈ പ്രാർത്ഥനയുടെ ഫലമായി ട്രീറ്റ്മെൻ്റ് എല്ലാം സക്സസ്ഫുള്ളായി ഇപ്പോഴും ഞങ്ങളുടെ പപ്പ ഞങ്ങളുടെ കൂടെ സുഖമായിട്ട് ജീവിക്കുകയാണ്. ട്രീറ്റ്മെൻറ്റിൻ്റെതായ ചെറിയ കോംപ്ലിക്കേഷൻസ് ഉണ്ടെങ്കിലും ഇപ്പോഴും ഒരു പ്രശ്നവുമില്ലാതെ ആരോഗ്യവാനായിട്ട് ഞങ്ങളുടെ ഒപ്പം. പറഞ്ഞാൽ ആരും വിശ്വസിക്കാത്ത ഒരു പ്രവൃത്തി ഈ നാളുകളിൽ നിങ്ങളുടെ ഇടയിൽ ഞാൻ പ്രവർത്തിക്കുമെന്ന് പറഞ്ഞ വചനത്തിൻ്റെ ഒരു സാക്ഷാത്കാരം തന്നെയാണ് ബിജിലിൻ്റെ പപ്പയുടെ ജീവിതത്തിലുണ്ടായതെന്ന് പറയാം. സത്യത്തിൽ നമ്മൾ ഈ സഹനങ്ങളെല്ലാം പങ്കുവച്ചപ്പോൾ ആ സഹനങ്ങൾക്കെല്ലാം ദൈവം നിങ്ങൾക്ക് അതൊരു മഹത്വമാക്കി മാറ്റിയിട്ടുണ്ട്. ഇന്ന് ഈ നഴ്സസ് മിനിസ്ട്രിയോട് എങ്ങനെയാണ് നിങ്ങൾ ചേർന്ന് പ്രവർത്തിക്കുന്നത്?
ഞങ്ങൾ ആദ്യം മുതലേ ഞങ്ങൾ സാറ്റർഡേ പ്രയറുകളും ഞങ്ങൾ പറ്റുന്ന ഡ്യൂട്ടി അനുസരിച്ച് ഞങ്ങളെക്കൂടെ പറ്റുന്ന ദിവസങ്ങളിലെല്ലാം പ്രയറുകളിലൊക്കെ വന്നുകൊണ്ടിരുന്നതാണ്. ഇപ്പോൾ കുഞ്ഞുണ്ടായതിനു ശേഷം ഞങ്ങൾ ഓഫ് അഡ്ജസ്റ്റ്, ഒരാളുടെ ഡ്യൂട്ടി ആയിരിക്കും, ചിലപ്പോൾ ഞാൻ ഓഫ് ആയിരിക്കും, വിജിലിൻ്റെ ഡ്യൂട്ടിയുടെ അന്ന് ഞാൻ ഓഫ് അഡ്ജസ്റ്റ് ചെയ്ത് മാക്സിമം എടുക്കാൻ ട്രൈ ചെയ്യും. അങ്ങനെയുള്ള ദിവസം ഇപ്പം പലപ്പോഴും പ്രയറുകളിൽ വരാൻ സാധിക്കുന്നില്ല. അപ്പോൾ അത് കണ്ടുകൊണ്ടായിരിക്കും ദൈവം ഇപ്പോൾ അതിൻ്റെ കൂടെ വിജിലിനെ ഇപ്പം മ്യൂസിക് മിനിസ്ട്രിയോട് ചേർത്ത് നിർത്തിയിരിക്കുകയാണ്. മ്യൂസിക് മിനിസ്ട്രിയിൽ ഇപ്പം വിജിൽ അതിനകത്ത് ആക്റ്റീവായിട്ട് പ്രവർത്തിക്കുന്നു. അപ്പം ഒന്നല്ലെങ്കിൽ വേറൊരു വഴിയിലൂടെ ദൈവം ഇപ്പോഴും ഞങ്ങളെ നേഴ്സസ് മിനിസ്ട്രിയിലോട്ട് തന്നെ ചേർത്ത് നിർത്തിയിരിക്കുന്നു എന്ന് തന്നെ പറയാം ഇതിലൂടെ. സത്യത്തിൽ അനുജ ആ ആദ്യ ഭാഗം പറയുമ്പോൾ സത്യം പറഞ്ഞാൽ മനസ്സിലൊരു ഭാരപ്പെടുത്തുന്ന ഒരു വികാരമുള്ളതായിട്ട് എനിക്ക് തോന്നുന്നു. സത്യത്തിൽ പ്രവർത്തിക്കാൻ ആഗ്രഹിച്ചിട്ടും പ്രവർത്തിക്കാൻ പറ്റാതെ പോകുന്ന എല്ലാ പ്രവർത്തകരുടെയും മനസ്സിലുണ്ടാകുന്ന ഒരു ഘനീഭവിച്ച ഭാവമാണത്. മദർ തെരേസയുടെ ജീവചരിത്രം ഞാനിങ്ങനെ വായിച്ചപ്പോൾ മിഷണറീസ് ഓഫ് ചാരിറ്റിയിലെ ഒരു സഹോദരി ഒരിക്കൽ മദറിൻ്റെ അടുത്ത് ചെന്ന് പറയുന്നുണ്ട്, പുതിയ സുപ്പീരിയറിൻ്റെ നിയമങ്ങൾ മൂലം കുഷ്ഠരോഗികളെ തനിക്ക് ശരിക്കും ശുശ്രൂഷിക്കാൻ പറ്റുന്നില്ല. ആ മകൾ പറയുകയാണ്, ഈ നിയമക്കുരുക്കുകളെല്ലാം മൂലം കുഷ്ഠരോഗികളെ ശുശ്രൂഷിക്കുക എന്ന ദൈവവിളി എനിക്ക് ശരിക്കും നിറവേറ്റാൻ പറ്റാതെ പോകുന്നു. അപ്പോൾ മദർ ആ മകളോട് പറയുന്നുണ്ട്, കുഷ്ഠരോഗികളെ ശുശ്രൂഷിക്കുക എന്നുള്ളതല്ല നിന്നെപ്പറ്റിയുള്ള ദൈവത്തിൻ്റെ പദ്ധതി. ദൈവത്തിൻ്റെ പദ്ധതി എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ സ്വന്തമായിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മൾ ഏതെങ്കിലും ഒരു മിനിസ്ട്രിയോട് ചേർന്ന് പ്രവർത്തിക്കുന്നവരെല്ലാം മനസ്സിലാക്കേണ്ട ഒരു മനോഭാവമാണിത്. നമ്മൾ ദൈവത്തിൻ്റെ സ്വന്തമായിരിക്കുക എന്നുള്ളതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ദൈവം നമ്മളെ ചേർത്ത് വയ്ക്കുക തന്നെ ചെയ്യും. ഇപ്പം ബിജിലിൻ്റെ അനുഭവത്തിൽ നിന്ന് തന്നെയാണെങ്കിൽ പോലും ഒരു സൈഡിൽ നമുക്ക് പ്രവർത്തിക്കാൻ പറ്റാതെ പോകുമ്പോഴും ദൈവം അനാദിയിലെ അത് പ്ലാൻ ചെയ്തു മ്യൂസിക് മിനിസ്ട്രിയുടെ കൂടെ ബിജിലിനെ ചേർത്ത് വെച്ചു. നമ്മൾ ഇത്രയും നേരം നിങ്ങളുടെ ജീവിതത്തിലുണ്ടായിരുന്ന പല സഹനങ്ങളും പങ്കുവച്ചു. ഈ സഹനങ്ങളുടെ എല്ലാം അവസാനം ദൈവം അത് മഹത്വമാക്കി തന്നെ നിങ്ങളുടെ മുമ്പിൽ പരിണമിച്ചിട്ടുണ്ട്. ഇന്ന് ഇതേ സഹനത്തിൻ്റെ അവസ്ഥയിലൂടെ കടന്നു പോകുന്ന ആയിരങ്ങളും നമ്മുടെ മുൻപിലുണ്ടായിരിക്കാം. ഒരുപക്ഷെ നമ്മളെ ശ്രവിക്കുന്നവരിൽ ഒത്തിരി പേര് ഈ ഒരു സഹനത്തിലൂടെ കടന്നു പോകുന്നവരുണ്ടായിരിക്കാം. അവർക്കായിട്ട് എന്തെങ്കിലും ഒരു സന്ദേശം നൽകാനുണ്ടോ? തീർച്ചയായും ഞാൻ ഒരു പാട്ടിൻ്റെ 4 വരി പാടിക്കൊണ്ട്, അതെൻ്റെ ജീവിതത്തിൽ എൻ്റെ ഹൃദയത്തിൽ ഒരുപാട് സ്പർശിച്ച വരികളാണ്. അത് പാടിക്കൊണ്ട് എനിക്ക് പറയാനുള്ള മെസ്സേജ് ഞാൻ പറയാമെന്ന് വിചാരിക്കുകയാണ്. പരീക്ഷ എൻ്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരമെനിക്കായി കരുതിയിട്ടുണ്ട്. എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എൻ്റെ നന്മയ്ക്കായെന്നറിയുന്നു ഞാൻ. എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എൻ്റെ നന്മയ്ക്കായെന്നറിയുന്നു ഞാൻ. ഈ ഇരടികളിൽ പറയുന്ന കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ അതേപടി അന്വർത്ഥമായിട്ടുള്ളതാണ്. ഞാൻ ഒരുപാട് സഹനങ്ങളിലൂടെ കടന്നുപോയി. അതെല്ലാം എൻ്റെ ദൈവം എനിക്ക് കൃപകളായി നിറവുകളായി എൻ്റെ ലൈഫിലോട്ട് തന്നതാണ്. അതുകൊണ്ട് എനിക്കിപ്പം പ്രേക്ഷകരോട് പറയാനുള്ള ഒരു കാര്യം, നമ്മുടെ ജീവിതത്തിൽ സഹനങ്ങൾ വരുമ്പോൾ, നമ്മുടെ ജീവിതത്തിൽ വിഷമങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ ഒരിക്കലും ദൈവത്തോട് പരാതിപ്പെടാതെ അതെല്ലാം നിറവുകളാകും, അതെല്ലാം നമ്മുടെ സൗഭാഗ്യങ്ങളായി മാറും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ദൈവത്തോട് ചേർന്ന് നിൽക്കാൻ നിങ്ങളോട് എല്ലാവരോടും ഞാൻ പറയുകയാണ്. ചുരുക്കത്തിൽ ബിജില, എനിക്ക് തോന്നുന്നു നമ്മുടെ ജീവിതത്തിലോട്ട് കടന്നു വരുന്ന എല്ലാ സഹനങ്ങളെയും ചെറിയ നൊമ്പരത്തോടു കൂടിയാണെങ്കിലും നെഞ്ചിലോട്ട് കടന്നു വരുന്ന എല്ലാ മണൽത്തരിയെയും സ്വീകരിക്കുന്ന ചിപ്പിയെ പോലെ ഹൃദയത്തിൻ്റെ ഉള്ളിലോട്ട് സ്വീകരിച്ചുകൊണ്ട് ദൈവവചനമാകുന്ന സ്നേഹത്തിൻ്റെ പുതപ്പ് കൊണ്ട് പുതച്ചാൽ തീർച്ചയായിട്ടും സൃഷ്ടാവിൻ്റെ കരങ്ങളിലെ ഏറ്റവും സുന്ദരമായ ചിപ്പികളായിട്ട് നമ്മൾ ഓരോരുത്തരും മാറും. ഞങ്ങളെ ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രേക്ഷകർക്കും ദൈവകൃപ ആശംസിക്കുന്നു. ഈശോ എത്ര അത്ഭുതകരമായിട്ടാണ് ഈ കുടുംബത്തെ വഴി നടത്തിയത്. ഈ കുടുംബത്തെ ഓർത്ത് നമുക്ക് ഈശോയ്ക്ക് നന്ദി പറയാം. നമ്മുടെ ഡ്യൂട്ടിയുടെ തിരക്കുകളും കുടുംബത്തിലെ മറ്റ് തിരക്കുകളും കാരണം പലപ്പോഴും കുടുംബ പ്രാർത്ഥന നമ്മുടെ ഇടയിൽ നടക്കാറില്ല. എന്നാൽ ഇന്നു മുതൽ നമുക്കൊരു തീരുമാനമെടുക്കാം, കുടുംബ പ്രാർത്ഥന മുടക്കില്ല എന്ന്. നമ്മുടെ മാതാപിതാക്കളുടെ പ്രാർത്ഥനാ ജീവിതം കണ്ടാണ് നാം വളർന്നത്. നമ്മുടെ കുഞ്ഞുങ്ങൾക്കും നാം ഒരു മാതൃകയായി തീരണം. അപ്പനും അമ്മയും മക്കളും ഒന്നിച്ച് പ്രാർത്ഥിക്കുന്ന കുടുംബം, ഈശോ വസിക്കുന്ന കുടുംബം, എത്ര മനോഹരമായിരിക്കും അത്. നാം പല രോഗികളോടും സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകാറുണ്ട് അവരുടെ കുടുംബങ്ങളിലും കുടുംബ പ്രാർത്ഥന നടക്കുന്നില്ല എന്നുള്ളത്. നഴ്സുമാരായി നമുക്ക് ഓരോരുത്തർക്കും അവരെ പറഞ്ഞു മനസ്സിലാക്കാൻ സാധിക്കും കുടുംബ പ്രാർത്ഥനയുടെ പ്രാധാന്യത്തെപ്പറ്റിയും
ഈശോ അതുവഴി അവരുടെ ഇടയിലേക്ക് ചൊരിയുന്ന അനുഗ്രഹങ്ങളെ പറ്റിയും. അതിന് നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. അതിനുള്ള കൃപയ്ക്കായി ലോകമെമ്പാടുമുള്ള എല്ലാ നഴ്സുമാരെയും അവരുടെ കുടുംബങ്ങളെയും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയം വഴി ഈശോയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഓരോ നഴ്സും ഒരു വിശുദ്ധനായി തീരട്ടെ, ഒരു വിശുദ്ധിയായി തീരട്ടെ. ദൈവമാതാവും ഞങ്ങളുടെ അമ്മയുമായ കന്യകാമറിയമേ, ഫാത്തിമാനാഥേ, എന്നെയും എൻ്റെ കുടുംബത്തെയും തിരുസഭയെയും മാനവകുലത്തെയും ലോകമെമ്പാടുമുള്ള നേഴ്സുമാരെയും അങ്ങേ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിക്കുന്നു. അങ്ങേ ശക്തിയുള്ള സംരക്ഷണത്തിൽ ഞങ്ങളെ കാത്തുകൊള്ളണമേ. ആത്മീയവും ശാരീരികവുമായ സകല അപകടങ്ങളിലും ക്ലേശങ്ങളിലും നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. എല്ലാറ്റിലും ദൈവേഷ്ടം കണ്ടെത്തി നിറവേറ്റുവാനും യേശുവിൻ്റെ തിരുഹൃദയത്തിന് പ്രീതികരമായ വിധത്തിൽ ജീവിച്ച് സ്വർഗഭാഗ്യത്തിൽ എത്തിച്ചേരുവാനും കാരുണ്യനാഥേ, ഞങ്ങളുടെ സ്നേഹമുള്ള അമ്മേ, ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ.